ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ധാരാളമുണ്ട്. ഇത് ലൈംഗിക ബന്ധം സുരക്ഷിതവും ആസ്വാദ്യകരവുമായ അനുഭവമാക്കാൻ സഹായിക്കും. ചിലത് താഴെ കൊടുക്കുന്നു. സുരക്ഷ. ഗർഭനിരോധനം. ഗർഭധാരണം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ശാസ്ത്രീയമായ ഗർഭനിരോധന രീതികൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. കോൺട്രാസെപ്റ്റീവ് പാച്ചുകൾ, ഗുളികകൾ, കോപ്പർ ടീ, കോണ്ടം എന്നിവ ചില ഉദാഹരണങ്ങളാണ്. ഇവയിൽ പലതും സൗജന്യമായി സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ലഭ്യമാണ്. എസ്ടിഡികൾ. ലൈംഗികമായി പകരുന്ന എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ, എസ്ടിഡി തടയാൻ കോണ്ടം ഉപയോഗിക്കുന്നത് അത്യാവശ്യമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാവുന്ന കോണ്ടം ഇന്ന് ലഭ്യമാണ്. എസ്ടിഡി പരിശോധന. പുതിയ പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളുടെ പരിശോധന നടത്തുന്നത് നല്ലതാണ്. സമ്മതം. ലൈംഗിക ബന്ധത്തിന് പങ്കാളിയുടെ പൂർണ്ണ സമ്മതം അത്യാവശ്യമാണ്. സമ്മതം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം എന്നത് ഓർമ്മിക്കുക. താൽപ്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കരുത്. ആരോഗ്യം. ശാരീരിക ആരോഗ്യം. ലൈംഗിക ബന്ധത്തിന് മുമ്പ് ശാരീരികമായി ആരോഗ്യവാനാണെന്ന് ഉറപ്പാക്കുക. മദ്യം, മയക്കുമരുന്ന്. മദ്യം അമിതമായി ഉപയോഗിക്കുന്നതോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതോ സമ്മതം, സുരക്ഷ എന്നിവയെ ബാധിക്കും. ആശയവിനിമയം. പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുക. ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ആശങ്കകൾ എന്നിവ വ്യക്തമായി പങ്കിടുക. സ്വയം പരിചയപ്പെടുക. സ്വന്തം ശരീരത്തെക്കുറിച്ച് കൂടുതൽ അറിയുക. ഇത് ലൈംഗിക ആസ്വാദ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മറ്റു കാര്യങ്ങൾ. അന്തരീക്ഷം. സുരക്ഷിതവും സുഖകരവുമായ ഒരു അന്തരീക്ഷം ഒരുക്കുക. വൃത്തി. കഴിവതും വീര്യം കുറഞ്ഞ സോപ്പിട്ട് കുളിച്ചു വൃത്തിയായി ഒരുങ്ങുക. പല്ല് തേക്കുക. നഖം വെട്ടുക. ദുർഗന്ധം ഒഴിവാക്കുക. സ്വകാര്യ ഭാഗങ്ങൾ വീര്യം കുറഞ്ഞ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ശാരീരിക ശുചിത്വം എന്നിവ അനുയോജ്യം. ആമുഖലീല അഥവാ ഫോർപ്ലേ. ഫോർപ്ലേ ലൈംഗിക ബന്ധത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. ശരിയായ ഉത്തേജനം നൽകുന്നു. അധിക ലൂബ്രിക്കേഷൻ. യോനി വരൾച്ച അനുഭവപ്പെടുന്നവർ വഴുവഴുപ്പ് നൽകുന്ന ലൂബ്രിക്കന്റ് ജെല്ലി ഉപയോഗിക്കുന്നത് സംഭോഗം കൂടുതൽ സുഖകരമാക്കുന്നു. ഇവ മെഡിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ ഫാർമസിയിൽ ലഭ്യമാണ്. KY ജെല്ലി, ഡ്യൂറക്സ്, മൂഡ്സ് തുടങ്ങിയ ബ്രാൻഡുകൾ ഉദാഹരണം. മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക. ലൈംഗിക ബന്ധത്തെ സമ്മർദ്ദമായി കാണരുത്. മാനസിക സമ്മർദ്ദം ഉള്ള സമയത്ത് ലൈംഗിക ബന്ധം ഒഴിവാക്കുക. സന്തോഷകരമായ സമയം ലൈംഗിക ബന്ധത്തിനായി തിരഞ്ഞെടുക്കുക. ഇംഗ്ലീഷിൽ ഇണചേരുക എന്ന വാക്കിന് സെക്ഷുവൽ ഇന്റർകോഴ്സ് എന്നതിന് പകരം ലവ് മേക്കിംഗ് എന്നും പറയാറുണ്ട്. ലവ് മേക്കിംഗ്. നോ ലവ് നോ സെക്സ്, നോ സെക്സ് നോ ലവ് തുടങ്ങിയ ഇംഗ്ലീഷ് വാക്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇതുതന്നെ. സ്നേഹം പ്രകടിക്കുന്ന കല എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. മറ്റ് ജൈവിക ചോദനകളിൽ നിന്നും ലൈംഗിക ബന്ധത്തിനെ വ്യത്യസ്തമാക്കുന്നത് അതിലൂടെ ലഭിക്കുന്ന ആനന്ദം അഥവാ സുഖകരമായ അനുഭൂതി തന്നെയാണ്. ഭൗതികമായി പറഞ്ഞാൽ ഇണകളുടെ ലൈംഗികാവയവങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. അതായത് ലിംഗയോനി സമ്പർക്കവും തുടർന്നുള്ള ചലനങ്ങളും ചിലപ്പോൾ സ്ഖലനവും വീഴ്ച എന്നിരിക്കലും ലൈംഗികതയ്ക്ക് ശാരീരിക ബന്ധം എന്നതിലുപരിയായി പല തലങ്ങളുമുണ്ട്. മനുഷ്യൻ ഭൂകമ്പങ്ങളെ അതിജീവിച്ചേക്കാം, മഹാമാരികളെയും രോഗപീഠകളെയും ദുരന്തങ്ങളെയും ആത്മദുഃഖങ്ങളെയും അതിജീവിച്ചേക്കാം. പക്ഷേ കിടപ്പറയിലെ ദുരന്തം പോലെ അവനെ ദഹിപ്പിക്കുന്ന മറ്റൊന്നില്ല. ലിയോ ടോൾസ്റ്റോയുടെ ഈ വാക്കുകൾ ഇതിന്റെ പ്രാധാന്യം വെളിവാക്കാൻ ഉപയോഗിച്ചു കാണാറുണ്ട്. എന്നിരുന്നാലും ലൈംഗികതയെ ഒരു പാപമായി കാണുന്ന സമൂഹങ്ങൾ ധാരാളമുണ്ട്. മൃഗങ്ങളെ അപേക്ഷിച്ചു മനുഷ്യൻ പ്രത്യുൽപാദനത്തിലുപരിയായി വിനോദത്തിന് അഥവാ ആസ്വാദനത്തിന് വേണ്ടിയാണ് കൂടുതലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുള്ളത്. ഇണയോടുള്ള ഊഷ്മളമായ ബന്ധം നിലനിർത്തുക എന്നതും പ്രധാനമാണ്. മനുഷ്യരുടെ രണ്ടാമത്തെ വിശപ്പ് എന്നൊക്കെ ലൈംഗികതയെ വിശേഷിപ്പിച്ചു കാണാറുണ്ട്. ഡോപ്പമിൻ തുടങ്ങി മസ്തിഷ്കത്തിലെ രാസമാറ്റം ലൈംഗിക ആസ്വാദനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. ലൈംഗിക വികാരം ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന സുഖാനുഭൂതി, സംഭോഗത്തിൽ ഉണ്ടാകുന്ന അത്യാനന്ദം, രതിമൂർച്ച, അതിനുശേഷമുള്ള നിർവൃതി എന്നിവ മനുഷ്യർക്ക് പ്രധാനമാണ്. ഡോൾഫിൻ, കുരങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയ പല ജീവികളിലും ഇത്തരത്തിൽ ലൈംഗികാസ്വാദനം കാണപ്പെടാറുണ്ട്. ഗർഭത്തിലിരിക്കെ തന്നെ സഹോദരങ്ങളുമായി ഇണചേരുന്ന അപൂർവ ജീവിവർഗമാണ് അഡാക്ടിലിഡിയം മൈറ്റുകൾ. വയറിനുള്ളിൽ തന്നെ മുട്ടയിട്ട് വിരിയിക്കുന്ന രീതിയാണ് ഇവയ്ക്കുള്ളത്. മനുഷ്യരിലേതുപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനല്ലാതെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ജീവികളിൽ ഒന്നാണ് മുള്ളൻ പന്നിയും.